ലോകത്ത് അനേകം ആരാധകരുള്ള ഫുട്ബോൾ നോക്കുക. ഫുട്ബോളിന് ചിലവഴിക്കുന്ന സമയം 2 മണിക്കൂർ. ഹോക്കിക്ക് നോക്കുക, അതും 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ. ഇവിടെയാണ് ക്രിക്കറ്റ്, അത് ഒരു ദിവസമാണ് കളയുന്നത് ഏകദിനത്തിൻ്റെ കാര്യത്തിൽ. ടെസ്റ്റും പരമ്പരയും വന്നാൽ അത് മറ്റൊരു കാര്യം. അപ്പോൾ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കളി കാണാൻ ഒരു ദിവസവും ഇതിനു വേണ്ടി ചിലവാക്കണം. സ്ക്രീനിൻ്റെ മുന്നിലിരിക്കണം കാണികൾ. അപ്പോൾ അത്രയും സമയമാണ് ഇതിൻ്റെ പിന്നിലേക്ക് പോകുന്നത്. ജപ്പാനെ പോലുള്ള രാജ്യങ്ങൾ നോക്കുക, എങ്ങനെയാണ് മുന്നിൽ വന്നത്? അവരുടെ ജനങ്ങളുടെ സാമ്പത്തിക ശേഷി ഉയർത്തിയത് അവരുടെ പരിശ്രമം, അവരുടെ സമയം വളരെ കൃത്യമായിട്ട് അളന്നു മുറിച്ച് അവർ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ മുൻപന്തിയിലെത്തിയത്. അതേസമയം ഇതിൻ്റെ പിറകെ പോകുമ്പോൾ ക്രിക്കറ്റ് ഉള്ള ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ ഓഫീസിൽ ഹാജർ നില കുറവായിരിക്കും, കോളേജുകളിൽ കുട്ടികളുടെ ഹാജർ നില കുറവായിരിക്കും, ജനങ്ങളുടെ ശ്രദ്ധ, പ്രത്യേകിച്ചും IT മേഖലകളിൽ പോലും ഉള്ളവരുടെ ശ്രദ്ധ എത്ര റണ്ണായി, എത്ര ഓവറായി, കൂടുതലും ഇതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ ഫ്രീസിങ് ഓഫ് വളർന്നു വരുന്ന രാജ്യങ്ങളിലെ തലമുറയുടെ ഫ്രീസിങ് ഓഫ് ബ്രെയിൻ, അഥവാ ഫ്രീസിങ് ഓഫ് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഓഫ് ദ യൂത്ത്സ്. ആ ബൗദ്ധിക വികാസങ്ങളെ, ബൗദ്ധിക തലങ്ങളെ ഒരു തരത്തിൽ മരവിപ്പിക്കുക, അവരുടെ ചിന്താശേഷി മരവിപ്പിക്കുക, അത് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു അജണ്ട.